നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ തന്നെ തുടങ്ങും. 2026 മുതൽ കേരളം ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പറയേണ്ടി വരും. പിണറായി വിജയനാണ് ഇത് ഒരു അഗ്നി പരീക്ഷയായിട്ടുള്ളത്. കയ്യിലുള്ള സീറ്റാണ് നിലമ്പൂർ. തോറ്റാൽ തിരിച്ചടി തുടങ്ങിയെന്ന് ഉറപ്പിക്കേണ്ടി വരും. സെമി ഫൈനൽ തോറ്റാൽ ഫൈനൽ കാണാതെ ഔട്ടാകേണ്ടി വരും പിണറായിക്ക്. UDFന് മുൻതൂക്കം എല്ലാവരും പറയുമ്പോഴും പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDFും ഉള്ളത്. 2000ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സ്വരാജ് വിജയിക്കുമെന്നാണ് LDFിന്റെ വിലയിരുത്തൽ. പാർട്ടി വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകൾ കൂടി ഏകീകരിക്കാൻ സ്വരാജിലൂടെ സാധിക്കുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. UDFിലെ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ കൂടി സ്വരാജിന് ലഭിക്കുമെന്നും നേരിയ മാർജിനിൽ വിജയം ഉറപ്പിക്കുമെന്നും പറഞ്ഞാണ് LDF അവരുടെ പ്രവർത്തകരെ അടക്കി നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ. എന്നാൽ 10,000 മുതൽ 15,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിലൂടെ UDF പ്രതീക്ഷിച്ചിരിക്കുന്നത്. യഥാർത്ഥ പാർട്ടി വോട്ടുകൾക്ക് പുറമെ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. വഴിക്കകടവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം 4,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF കണക്കുകൂട്ടുന്നത്. ഒപ്പം മൂത്തേടം പഞ്ചായത്തും ചുങ്കത്തറയും എടക്കരയുമൊക്കെ UDFിന്റെ കോട്ടകളായി നാളെ മാറുമെന്നും UDF കണക്കുകൂട്ടുന്നു. LDF വോട്ടിൽ PV അൻവർ വിള്ളലുണ്ടാക്കുമെന്നതും അനുകൂല ഘടകമായി UDF ഇപ്പോഴും കാണുന്നുണ്ട്. അതാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അടക്കമുള്ള അവരുടെ മുന്നേറ്റത്തിന് ഒരു പ്രധാന ഘടകമായി കാണുന്നത്. അതേസമയം 25,000 വോട്ടുകൾ നേടി മണ്ഡലത്തിൽ ശക്തി തെളിയിക്കുമെന്നാണ് അൻവർ ക്യാമ്പിന്റെ ചിലർ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ 10,000 കടക്കില്ല എന്ന് പറയുന്നവരും അൻവറിനൊപ്പം തന്നെ ഇപ്പോഴും നടക്കുന്നുമുണ്ട്. പിണറായി വിരുദ്ധ വികാരവും വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളും കത്തിക്കയറുമെന്ന് പറയുമ്പോഴും അതെല്ലാം കത്രിക ചിഹ്നത്തിൽ വോട്ടായി മാറും എന്നൊരു സ്വപ്ന ലോകത്തിലാണ് ഇപ്പോഴും PV അൻവർ ഉള്ളത്. കാരണം ഇതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം 9 വർഷമായി അൻവർ തന്നെയാണ് MLA. അവിടെ കഴിയാതെ പോയ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി അൻവർ തന്നെയാണെന്ന് ആ നാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മണ്ഡലത്തിൽ വലിയ മുന്നോട്ടു പോക്കുണ്ടാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് പക്ഷേ NDA ക്യാമ്പും ഉള്ളത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്നതാണ് NDAയുടെ അല്ലെങ്കിൽ BJPയുടെ പ്രതീക്ഷ. ഏതായാലും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 263 പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എത്തിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. ഏതായാലും പെട്ടി പൊട്ടുമ്പോൾ നിലമ്പൂരിൽ ആര് വീഴും ആര് വാഴുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. LDF തോൽക്കുകയാണെങ്കിൽ ഭരണത്തിനെതിരെയുള്ള ജനമുന്നേറ്റവും പിണറായിയുടെ കൗണ്ട് ഡൗണും നാളെ തന്നെ തുടങ്ങും. 9 വർഷം ഭരിച്ചതും ചെയ്തു കൂട്ടിയതും എതിരാളികളെ വിഡ്ഢികളാക്കുന്ന തരത്തിലാണെങ്കിൽ, അതെല്ലാം രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നാളത്തെ വിധി അങ്ങനെയല്ല. അത് അനുകൂലമല്ലെങ്കിൽ പിണറായി വിജയൻ കീഴടങ്ങേണ്ടി വരും എന്നുറപ്പാണ്.